പ്രിയമുള്ളവരെ, ഞാൻ ബാബു ബറോഡ, മൈലാഞ്ചി വളവ്, പുത്തനങ്ങാടി. ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ. നമ്മളെ പാലത്തിൻ്റെ ഏതാണ്ട് വർക്കൊക്കെ ഇൻ്റർലോക്ക് അവിടെ ഇറങ്ങി വരുന്ന ഭാഗത്ത് ഇൻ്റർലോക്കിൻ്റെ വർക്കൊക്കെ തീരാറായി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കാര്യം ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. ഇവിടെ എപ്പോഴൊന്നും ആ വർക്ക് നടത്തുന്നില്ല എന്നാണ് കേട്ടത്. അവിടെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കുമ്പോൾ, കോൺട്രാക്ടറോട് ചോദിച്ചു നോക്കി, ഇതൊന്നും അവരെ നീ പെട്ടതല്ല. ഇതൊന്നും ചെയ്യാതെ ഇൻ്റർലോക്ക് ഇട്ട് എന്താ കാര്യമുള്ളത്? ഇനി ഇപ്പുറത്തേക്ക് വന്ന് നോക്കി, കടവത്ത് തോണി നിൽക്കുന്നത് പോലെ ഇവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ട്. പാലം കയറി വന്നിട്ട് നിങ്ങൾക്ക് വേറെ ദൃശ്യം കാണിച്ചു തരാം. ഇത്രയും ദിവസം കിട്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യാതെ ഇതണ്ട, ഇതാണ് ബൈപ്പാസ് കുളം. ഒന്ന് മുങ്ങിക്കുളിച്ച് പോവാം. അത്രയും വലിയ കുളം കേട്ടോ. ജങ്കാർ ഇറക്കേണ്ട അവസ്ഥയ്ക്കാണ് വരുന്നത്. ജങ്കാർ ഇറക്കേണ്ട അവസ്ഥയ്ക്ക് എല്ലാ ശരിയാവും എന്ന് പറഞ്ഞിട്ട് എന്ന് ശരിയാവാനത്? ആകെ പാപ്പരായി കൊണ്ടിരിക്കുക, ആകെ കുളമായി കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പെരിന്തൽമണ്ണ മേഖല എന്ന് പറഞ്ഞത് ഒരു ആംബുലൻസുകളുടെ ചീറിപ്പാഞ്ഞ് പോകുന്നൊരു മേഖലയാണിത്. ഹോസ്പിറ്റൽ നിറഞ്ഞു കഴിഞ്ഞ് നിൽക്കുന്നൊരു മേഖലയാണിത്. ഇത് നമുക്ക് നാണക്കേടാണ്. സത്യം പറയുകയാണെങ്കിൽ നാണക്കേടാണ്. ഇല്ലാത്ത ടാക്സും ഇൻഷൂറും ഒക്കെ പാടെ അടച്ചിട്ട് ഈ വള്ളത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ എന്തിനായി പൈസ വാങ്ങിക്കണത്? ഇത് നിങ്ങളെ ബാധ്യത അല്ലേ? ഈ റോഡ് നേരാക്കി തരാൻ ഇത്രയും ദിവസം ഈ പാലം അടച്ചിട്ടിട്ട് ആ ഒരു സമയത്ത് ചെയ്യേണ്ട വർക്കല്ലേ അതൊക്കെ? ഇനി ഇതിന് മറ്റൊരു ദിവസം കണ്ടെത്തണോ? എന്തൊരു അവസ്ഥയാണിത്, എന്തൊരു ദുരവസ്ഥയാണിത്. നിങ്ങൾ ആ തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി. അവിടെ വയലുകളിലേക്കും തോട്ടങ്ങളിലേക്കും കൊടുത്ത റോഡ് കണ്ടാൽ കിടന്നുറങ്ങാൻ തോന്നും. കിടന്നുറങ്ങിയ മയ്യത്ത് ഔച്ചിട്ടാണ് അവിടെ കിടക്കാത്തത്. അത്രയും നല്ല സുന്ദരമായ റോഡുകളാണ് കൊടുക്കുന്നത്. ഈ ദിവസങ്ങളൊക്കെ കിട്ടിയിട്ടും ഇത്രയും ആളുകളെ പല വഴിക്കും തിരിച്ചു വിട്ടിട്ടും ഈ ഒരു സമയം കിട്ടിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ന് ചെയ്യാനാണ്? ആളുകളെ ഇടങ്ങേറാക്കാണ്, കഷ്ടപ്പെടുത്താണ്. നജീബ് സാറൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, കാണുന്നുണ്ടല്ലേ? ഒരു കൊടി പിടിച്ചിരിക്കും, എന്തേലൊക്കെ ഒന്ന് ചെയ്തു തരും എല്ലാവരും.